ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പറയാണ്ടിരിക്കേണ്ട ആവശ്യം എനിക്ക് നിലവിലില്ല. ദീപ്തി ടീച്ചറിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. വീഡിയോ കണ്ടപ്പോൾ ഞാൻ ടീച്ചറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചർ വീഡിയോ ഇട്ട് എൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ടീച്ചറെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും മോശം പറയുന്ന ഒരു ആളെ ഞാൻ വേറെ കണ്ടുള്ളത് ആൻമേരി മുഴുപ്പൽ എന്ന് പറയുന്ന ഒരു റാണി പി സദാശിവൻ അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് പോയത്. ഇങ്ങനത്തെ കുറെ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോട്ടയം നല്ലാണ്ട് ഒരു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേസിന്റെ കാര്യം പറ്റിയിട്ട്. ഒരു കാര്യം ഉള്ളതുപോലെ പറയാം. ഞാനപ്പോ മാളയിൽ വരുമ്പോ കൂട്ടില്ലായിരുന്നു. ഇതെല്ലാം കൂട്ടുകാരാണോ ജാനിയുടെ? പരിചയപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ടീച്ചറിനെ ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടോ? പപ്പ നിന്നോ? അമ്മേനെ മിസ് ചെയ്തോ? അത് ചോദിക്കട്ടെ. അമ്മ എന്റെ വിഷമുണ്ടായ കൊച്ചതേ എനിക്ക് അച്ഛനെയും അമ്മേനെയും കാണാണ്ട് വിഷമിക്കൊന്നും വേണ്ട. നല്ല കൂട്ടുകാരെ കിട്ടി. കൂട്ടുകാർക്ക് മുന്നേ ഇതൊക്കെ കൊടുത്തോ? ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തോ? തിന്നാൻ കൊടുത്തോ? ആണോ? നല്ലൊക്കെ ചെയ്യില്ലേ? മുഖത്ത് എന്താ കഴിച്ചതിന്റെ ഒക്കെ ഉണ്ടല്ലോ. ഇന്നമ്മേനെ വിളിക്ക്. ഇന്നമ്മ പണി കഴിഞ്ഞ് വന്നോളൂ. ഞാൻ എന്റെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കൊച്ചിനെ കൂട്ടാൻ പോയത്. അമ്മ എല്ലാം പറഞ്ഞത് അങ്കൻവാടി പോയത്. ഉറങ്ങിയോ? ടീച്ചർ അപ്പൊ ഉള്ള കാര്യങ്ങൾ നമുക്ക് അയച്ചു തന്നോണ്ടിരുന്നു. ഫസ്റ്റ് നമ്മളിവിടെ വന്നു ഒരു ആണോ രാവിലെ ചേച്ചിരിയിൽ ഒരുങ്ങിന്ന്. അപ്പൊ ടീച്ചർ ഫസ്റ്റ് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, അവള് സെറ്റ് ആണെന്ന് പറഞ്ഞു. കരച്ചിലൊക്കെ മാറിയെന്ന് പറഞ്ഞു. പിന്നെ ടീച്ചർ വീഡിയോ ഇട്ട് തന്നു കളിക്കുന്നത്. അത് കഴിഞ്ഞ് ഫോട്ടോ ഫുഡ് കഴിക്കുന്നത് ഇട്ട് തന്നു, അവളോട് ഇട്ട് തന്നു, ഉറങ്ങുന്നത് ഇട്ട് തന്നു. അപ്പൊ നമുക്കൊരു സമാധാനമായി കേട്ടോ. പക്ഷെ ഒരു വിഷമം വന്നു. കാര്യം നമ്മള് അങ്ങനെ കൊണ്ട് നടന്നിട്ട് എല്ലാ പേരൻസിനും അതുള്ളതാണ്, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് ആ ഒരു ഫീലിങ്സ്. ഞങ്ങള് പിന്നെ ഇമോഷണലി ഇച്ചിരി ഞങ്ങൾ അപ്പൊ തലോടിക്കും. ഇവര് വിച്ചൊക്കെ പ്രത്യേകിച്ചേട്ടാ, ഞാൻ അത്രയ്ക്കില്ല, പക്ഷെ വിച്ചൊക്കെ പ്രത്യേകിച്ച് ലാളെ അമ്മ കൂട്ടാൻ വരുമ്പോ കൊണ്ടുവരാം. അയ്യോ അമ്മനെ മിസ് ചെയ്തോ ഓടിക്കിനൊക്കെ. ഇഷ്ടപ്പെട്ടു എടാ, നല്ല കൊച്ചായിരുന്നു. ഞാളെ തൊട്ട് അച്ഛനെ വിട്ടാ മതി, അമ്മൂന്റെ കൂടെ വരണ്ടാകുന്നു. വിച്ചു മാളേന്ന് എന്നോട് പറഞ്ഞു നീ പോയി കൊണ്ടുവരാണ്ട്. വിച്ചു തിരക്ക് പിടിച്ചോടി അങ്ങോട്ടേക്ക് വന്നു. 5-6 പേരുണ്ട്. പോയിട്ട് വരാൻ ചേച്ചികളേന്ന് അവിടെ പിള്ളേരോട് പോയിട്ട് വരാൻ ചേച്ചികളേന്ന്. എനിക്ക് അച്ഛനെ അമ്മേനെ എങ്ങാണ്ട് വിഷമം വന്നു. വിച്ചുനോട് പറയാ വണ്ടി എടുത്ത് എന്താ മിണ്ടാത്തെ? ഒരു വിഷമവും ഇല്ല, പഠിക്ക് പോയി. കൊറച്ച് കഴിയുമ്പോ പോയാ പോരെ? ധൃതി പിടിക്കണോ? ഹലോ എന്ത്? കൊറച്ച് കഴിയുമ്പോ പോയാ പോരെ? ഞാനേ സ്കൂളിൽ പോവാ പിള്ളേരുടെ അടുത്തുനിന്ന്. ഇട് ബാഗിടാൻ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, നമ്മൾ ഇട്ട് കൊടുത്ത് വാ സുന്ദരൻ. പാപ്പിയോ? പാപ്പിയൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. 2 ദിവസമായിട്ട് വീഡിയോ ഒന്ന് മാറി നിക്കണതാ ശരിക്കും പറഞ്ഞ. കാരണം എനിക്ക് ഫേസ് ചെയ്യാനുള്ള ഇതില്ല. ഞാനിനല്ലേ വീഡിയോ കിടന്ന ആള് കാണിച്ചു കൊണ്ടിറങ്ങി. ആള് 9 മണി ആയപ്പോഴത്തേക്ക് ഇതെടുത്തിട്ട് ആ പൗഡറൊക്കെ തൂക്കാം. ഞാൻ തൂക്കാമെന്ന് എനിക്ക് ഗ്യാപ്പ് വന്നില്ല കേട്ടോ. പൊട്ട് പോയിക്കല്ലേ, പൊട്ട് കളറിളക്കി പിടിക്കുവേ. അത് തൂക്കാമൊന്നും ഗ്യാപ്പ് വന്നില്ല കേട്ടോ. മുടി കെട്ടി അപ്പൊ തന്നെ ബാ പോയേക്കാന്ന്.
ഈ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയട്ടെ. ഇവൾക്ക് 2 ചുഴിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മുടി അവിടെ ഇല്ലാത്ത പോണിരിക്കുന്നത്. 2 ചുഴിക്കാരത്തിയാട്ടോ. പിന്നെ നിങ്ങൾ ചോദിക്കും അമ്മ ഇച്ചിരി വൃത്തിക്ക് മുടി കെട്ടി കൊടുത്തൂടെന്ന്. സാധനം ഇരിക്കില്ല ഗൈസ്, ഞാൻ എന്ത് ചെയ്യാറുണ്ട്. ഇത്രക്ക് ഇട്ടായോ? ഇന്ന് എന്നൊക്കെയാ കൂട്ടുകാർക്ക് തിന്നാൻ കൊണ്ടുവന്ന് എടുത്തേക്കുന്നേ? ടിഫിൻ എന്തൊക്കെയാ എടുത്തേക്കുന്നേ കുഞ്ഞ്? പാപ്പാ ബിസ്ക്കറ്റ് ചീസ് ബോൾ ഉണ്ട്, എല്ലാവർക്കും കൊടുക്കണം. അമ്മ എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ആരും കടിക്കൊന്നും ചെയ്യില്ല കേട്ടോ. അവിടെ പോയിട്ട് പല ടീച്ചർ അടിച്ചൊടിക്കും. നല്ല കുട്ടിയായിട്ട് ഇരിക്കണം. ഒരു ദിവസം ഞങ്ങളെ 10 മിഠായി തിന്നും. അതിന്റെയാണ് കാണുന്നത്. കണക്ക് ഇല്ലാത്ത കണക്ക് പറഞ്ഞാണ് കേട്ടോ. പൈസ ഒന്നും വേണ്ട, പൈസ ഒന്നും വേണ്ട. അംഗൻവാടി പൈസ വെള്ളം കുച്ചണം. അയ്യോ, ഒരാൾ ഉമ്മയൊക്കെ തന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ഇന്ന് കരയില്ലെന്ന് നോക്കണം കേട്ടോ അച്ചു. ഗുഡ് ഗേളായിട്ട് ഇരിക്കണം കേട്ടോ. കൂട്ടുകൂടണം എല്ലാരുമായിട്ട്. അച്ചു കൂട്ടാൻ വരുമ്പോ ഓടി വരണം. എടാ ഒരു ടാറ്റ ഒക്കെ തന്നിട്ട് പോടോ. ടാറ്റ കേറ്. അച്ചു കൊണ്ടകത്തോട്ട് കേറ്റാൻ നിക്കണ്ട കേട്ടോ. കൊണ്ടുപോയിട്ട് ഓടിപ്പോരും. അങ്ങനെയല്ല പറഞ്ഞത്, അകത്ത് കയറി ഇരിക്കാൻ നിക്കണ്ട. എന്നോളെ വിടിയല്ല. ബൈ ബൈ കിളി. വൈകിട്ട് കാണാന്ന് പറ. ഓക്കെ. ഇന്നലത്തേനേക്കാളും സന്തോഷത്തിലാട്ടോ ഇന്ന് പോകുന്നത് അല്ലേ? നല്ല ആക്റ്റീവായിട്ട് ആള് പോകുന്നത്. ടാറ്റാ ബൈ ബൈ. പോയിട്ടോ ടാറ്റാ. അപ്പൊ എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനായിട്ടുണ്ട്. എന്തായാലും ക്യാമറ ഇങ്ങോട്ടേക്ക് തിരിച്ച് ഓണാക്കി പിടിച്ചതല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. കുറെ ചാനലില് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, ഒരു ഇഷ്യൂ. ഞാൻ ഇപ്പൊ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഒരാളുടെ പേര് വെച്ചിട്ടാണ് അത്, റാണി പി സദാശിവൻ. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പൊ ഫുൾ ചാനല് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. കമന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിക്കോട്ടെ, സമ്മതിച്ചു. കമന്റുകളും മോശമായിട്ടുള്ള കമന്റുകളാണെന്നുള്ളത് നമുക്കറിയാം. അത് അങ്ങനെ തന്നെ ചെയ്യണം, കറക്റ്റ് കാര്യങ്ങളാണ്. പക്ഷേ നമ്മള് പറയാത്തൊരു കാര്യം നമ്മൾ പറയാം. കാരണം നമ്മളായിട്ടുള്ള ബന്ധം, അതായത് അവര് ഞങ്ങളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം തെളിയിച്ചിട്ട് വന്നു കുത്തിരുന്ന് പറയണേന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കേൾക്കാനൊരു സുഖമുണ്ട്. എല്ലാ ചാനലിലും, ഒട്ടുമിക്ക ചാനലിലും ഞാൻ കേൾക്കുന്നുണ്ട് അമ്മൂന്റെ പേര്, ഞങ്ങളായിട്ട് ബന്ധമുണ്ട്, ഞങ്ങളുടെ ചാനലായിട്ട് ബന്ധമുണ്ട്, ഞങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾ തെളിയിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് ഞങ്ങൾ റെഡിയാ. ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പറയണമെന്ന് തോന്നി, കാരണം നമ്മളുടെ പേര് വലിച്ചിടേണ്ട ആവശ്യമില്ല. അത് നമുക്ക് പണി തരാനായിരിക്കും ചിലപ്പോ ആ പേരുകളൊക്കെ വലിച്ചിടണേ. കുഴപ്പമില്ല, നമുക്ക് യാതൊരു അതാ പറഞ്ഞത്. ചാനൽ എടുത്തിടുമ്പോ നമ്മളുടെ പേരെടുത്തിട്ടില്ലേ, നമ്മളുടെ പേരെടുത്തിട്ടില്ലേ? അപ്പൊ അങ്ങനെ പണി തരാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിട്ടത് ആയിക്കോട്ടെ. നിങ്ങൾക്ക് അത് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ. പക്ഷെ ഈ ഒരു കാര്യത്തിന്റെ പേരിലാണ് നമ്മളന്ന് കോട്ടയത്ത് സൈബർ സെല്ല് വിളിപ്പിച്ചിട്ട് നമ്മൾ പോയത്. ഇങ്ങനത്തെ കുറെ കേസുകളും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേസിന്റെ കാര്യം പറ്റിയിട്ട്. ഒരു കാര്യം ഉള്ളതുപോലെ പറയാം. അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, വർഷങ്ങളായെന്ന് തോന്നുന്നു, കാര്യം 1.5 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് സംഭവം. ഈ എന്താ പറയാ, ഇപ്പോ വരുന്ന കമന്റിനും ഡബിൾ ഇരട്ടി പവറിൽ കമന്റ് ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ആൻമരിയ മുഴുപ്പിൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഐ ഡി. ആ ഒരു ഐഡിന്ന് നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ. ഇപ്പൊ ആളെ കാണാനില്ല. ഇപ്പൊ ആളെ എവിടെയെങ്കിലും ഉണ്ടാവായിരിക്കും, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. എന്തായാലും ഇപ്പൊ നിർത്തിയിട്ടുണ്ട് ആള്, ഇപ്പൊ കാണാനില്ല ആളെ. അപ്പൊ ആ ആള് ഇട്ടാർന്ന കമന്റ്, അതായത് കൊച്ചിന്റെ DNA പറ്റിയിട്ടും അമ്മൂനെ പറ്റി വളരെ മോശമായിട്ട് എഴുതി ചിത്രീകരിച്ചൊരു ചെറിയൊരു കമന്റ് ഉണ്ടായിരുന്നു. അതില് ആ ഒരു കമന്റ് ഞങ്ങള് കാണാൻ ഇടയായില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്കത് കാണാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ചാനലിൽ കമന്റ് വന്നു, ഇന്ന പോലൊക്കെ കമന്റുകൾ വരുന്നുണ്ട് അമ്മൂസെന്ന് പറഞ്ഞിട്ട് കമന്റുകൾ വന്നു. അപ്പോൾ
ഒരു കാര്യം ചെയ്യും, ഞാനത് കണ്ടിട്ടില്ല, അപ്പോൾ എൻ്റെ ഫോണിലേക്ക് നിങ്ങൾ അത് വാട്സപ്പ് ചെയ്യുന്നു പറഞ്ഞു. നാളെ ഞങ്ങൾക്ക് അതായത് എന്തെങ്കിലും കേസിനും കാര്യങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പേഴ്സണൽ നമ്പർ അല്ല, ഞങ്ങളുടെ ഹെയർ ഓയിലിൻ്റെ നമ്പർ ഞങ്ങൾ അതിൽ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 3 പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഈ പറയുന്ന ചേച്ചി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കാര്യം. കോണ്ടാക്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് പേഴ്സണലായിട്ട് വേറെ മെസ്സേജ് അയക്കോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു വർത്താനം പറയോ ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ നിയമത്തിന്റെ പേരിൽ കൂടെ പോകുമ്പോ എന്താ പറയാ, ഞങ്ങളായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ളത് അവരോട് കണ്ടുപിടിച്ചിട്ട് പറയാൻ പറയും. അപ്പൊ അത് നല്ല കാര്യല്ലേ. അപ്പൊ അല്ലാണ്ട് വെറുതെ കുത്തിരുന്ന് എന്താ പറയാ അമ്മൂന്റെ പേരും എന്റെ പേരും കുത്തിരുന്ന് പറഞ്ഞ് ഇവരും കൂടെ ബന്ധമുണ്ട് അവര് ബന്ധമുണ്ട് ഇവര് ബന്ധമുണ്ടെന്ന് പറയാനായിട്ട് എല്ലാവർക്കും പറ്റും. ഞാൻ പറയണത് നിങ്ങൾക്ക് എല്ലാവർക്കും ബന്ധമില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാണ്ട, ഒന്നും പറയാനില്ല. അപ്പോ അത് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് പറയാം. മറ്റുള്ളവരെ പറയുമ്പോ അതായത് വേറെ വ്യക്തികളെ പറയുമ്പോ അത് ആലോചിച്ച് പറയാം. അതായത് ആർക്കും ആരെയും പറ്റി ഒന്നും പറയാനുള്ള റൈറ്റ് ഇല്ല, അത് ഫസ്റ്റ് മനസ്സിലാക്കുക. കാര്യം നമ്മുടെ അനുവാദം ഇല്ലാണ്ട് നമ്മളെ പറ്റി സംസാരിക്കാണ്ട് എന്ത് അധികാരമാണുള്ളത്? എന്തിനാണ് നമ്മുടെ കാര്യത്തിൽ മറ്റുള്ളവർ വേവലാതിപ്പെടുന്നത്? ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നുള്ള ഞങ്ങൾ എങ്ങനെ നടക്കണം എങ്ങനെ പോകണം എന്നുള്ളത് നമ്മുടെ മാത്രം ഇഷ്ടമാണ്. പോരാ, നമ്മുടെ മാത്രം ഇഷ്ടം പോരാ, മറ്റുള്ളവർക്കും കൂടി ഉണ്ടായാലും ഇഷ്ടങ്ങളൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ. എനിക്കും ഈ ഒരു കാര്യത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ വരട്ടെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട് കേട്ടോ. കാര്യം എന്റെ പേരാണ് ഇപ്പൊ ഫുള്ള് എവിടെ റിയാക്ഷൻ വീഡിയോ ഉണ്ടെങ്കിലും എല്ലായിടത്തും അയ്യോ അമ്മു ഇനി എന്ത് ചെയ്യും, അമ്മൂന് വിഷമായി കാണും, അമ്മൂന് അതായി കാണും ഇതായി കാണും കുറെ കമന്റുകൾ ഞാൻ കണ്ടു. എനിക്ക് പ്രത്യേകിച്ച് ഒരു വിഷമമില്ല. കാര്യം ആ ഒരു ലേഡീനെ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. കാര്യം അത്രയും മോശം പറയുന്ന ഒരു ആളെ ഞാൻ വേറെ കണ്ടുള്ളത് ആൻമേരി മുൾപ്പേൽ എന്ന് പറയുന്ന ഒരു സിനി ഡേവിഡ്, അങ്ങനെയുള്ള 2-3 പേരെ ഞാൻ സിനി ഡേവിഡിനെ ഒന്നും ഞാൻ അത്രയും പറയുന്നില്ല. പക്ഷെ ആൻമേരി മുൾപ്പേൽ എന്ന് പറഞ്ഞ സ്ത്രീനെ ഞാൻ ഈ റാണി പി സദാശിവന്റെ കൂടെ ചേർത്ത് വെക്കുന്നുള്ളൂ കേട്ടോ. അവർക്കിപ്പോ പുതിയ പേരൊക്കെ ഉണ്ട്. റാണി പി സദാശിവൻ ഒത്തിരി പേര് വേറെ പേരൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം നമുക്ക് നിലവിലില്ല. അവർക്കൊരു പേരുണ്ട്, ഞാൻ അത് പറഞ്ഞ് തന്നെ സംബോധന ചെയ്യുന്നു കേട്ടോ. അപ്പൊ വിച്ചു പറഞ്ഞല്ലോ എനിക്കും അവർക്കും തമ്മിലുള്ള ഒരു കോണ്ടാക്ട്. നമ്മുടെ മോളെ പറ്റി വളരെ മോശമായിട്ട് വേറൊരു ചാനൽ വന്നപ്പോ 3 പേരാണെന്ന് തോന്നുന്നു അന്ന് എനിക്ക് ഈ സംഭവം എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ടെന്നേക്കുന്നത്. നമ്മുടെ ഹെയർ ഓയിലിന്റെ ഞാൻ എന്റെ പേഴ്സണൽ നമ്പർ പോലും അല്ല കൊടുത്തത്, ഹെയർ ഓയിലിന്റെ ഫോൺ നമ്പറാണ് കൊടുത്തത്. അപ്പൊ അവരതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് തന്നു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് കോട്ടയത്തുനിന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അമ്മയുടെ ഫോണിലോട്ട് ഒരു കോള് വരാ. ഹലോ, അമ്മയില്ലേ? അപ്പൊ അമ്മ പറഞ്ഞു ഉണ്ട്, എന്താ ആരാന്ന് വെച്ചാൽ പറഞ്ഞു ഇന്ന സ്റ്റേഷനിൽ നിന്നാണ്. അമ്മയുടെ ഈ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പത്തേക്ക് അമ്മ വെപ്രാളം പിടിച്ച് ഓടി. അപ്പൊ ഞങ്ങൾ 3 പേരുടെ കിടക്കുക, ഞാനും കൊച്ചൂടെ കിടക്കുക. അമ്മ ഓടി വന്നിട്ട് മോളെ പോലീസ് സ്റ്റേഷനിൽ നിന്നാ, എന്താ മോള്? അപ്പൊ അമ്മ പറയുന്നുണ്ട് എന്റെ കൊച്ചൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇങ്ങനെ അമ്മ പറയുന്നത് ഞങ്ങൾ അവിടെ നിന്ന് കേൾക്കും. അപ്പൊ അമ്മ ഇത് ആരോട് സംസാരിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. അപ്പൊ ഞാൻ ഫോൺ മേടിച്ചു, സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു സാർ 3 പേര്. അപ്പൊ എന്നോട് ചോദിച്ചത് ഈ മിനി സെബാസ്റ്റ്യനും അതുകൊണ്ട് തന്നെ റാണി പി സദാശിവവും ആരാ, നിങ്ങളുടെ ആരാന്ന് ചോദിച്ചു. എന്റെ ആരും അല്ല. അന്ന് എനിക്ക് ഈ റാണി പി സദാശിവൻ മറ്റുള്ളവർക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ടോന്ന് കൂടി എനിക്കറിയത്തില്ല, അവരാരാന്ന് കൂടി എനിക്കറിയത്തില്ല, അവരുടെ നമ്പർ പോലും ഞാൻ സേവ് ചെയ്തിട്ടില്ല. 3 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ 3 പേർക്കുള്ള റിപ്ലൈ ഞാൻ അവരാവും പറയുന്ന ദൈവം അവർക്ക് കൊടുത്തോളും. ഈ ഒരു ഡയലോഗാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പൊതുവെ എല്ലാവരുടെ അടുത്ത് ആ ഒരു സെയിം ഡയലോഗ് തന്നെ പറയാറുള്ളത്. ഞാൻ അങ്ങോട്ട് പോയല്ല. അപ്പം എന്താ പറയാ, അങ്ങനെ സാർ ചോദിച്ചപ്പോ ഞാൻ സാർ എനിക്ക് അറിയില്ല, ഈ പറയുന്ന ആരാന്ന് എനിക്ക് അറിയില്ല, അത് തപ്പി എടുക്കാനും എനിക്കിപ്പോ ബുദ്ധിമുട്ടാണ്. കാര്യം എന്താന്ന് വെച്ചാൽ എത്രയോ മെസ്സേജ് നമുക്ക് വരുന്നതാ. ഹെയർ ഓയിലിന് എൻക്വയറിക്ക് എത്രയോ മെസ്സേജ് വരുന്ന ഞാൻ സാവധാനം സാറിന്റെ വാട്സപ്പ് നമ്പർ തരുവാണെങ്കിൽ ഞാൻ തപ്പിയിട്ട് ഞാൻ എടുത്തയക്കാം സാർ, എനിക്ക് കോണ്ടാക്ട് ഒന്നും അവരായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഈ സാറിന് ഇവരാരാന്ന് ഞാൻ തപ്പി, ഇവരുടെ പേര് ഞാൻ സേവ് ആക്കിയിട്ടില്ല, ഇവർ എന്നോട് പേര് പറഞ്ഞിട്ടുമില്ല. പക്ഷെ എന്റെ ഹെയർ ഓയിലിന്റെ ഫോണിലൊരു ഗുണമുണ്ട്, അത് നാളെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ പേര് നമ്മുടെ നമ്പറിന് തൊട്ട് താഴെ തന്നെ കിടക്കും. അതല്ല ഇനിയിപ്പൊ അങ്ങനെ ഇല്ലാത്ത നമ്പർ ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് കോണ്ടാക്ട് കൊടുക്കുമല്ലോ, അപ്പൊ അവരുടെ പേര് അവിടെ വന്നിട്ടുണ്ടാവും. എന്റെ ഹെയർ ഓയിൽ മേടിക്കുന്ന 10 പേർക്ക് അറിയാം. 10 പേര് എനിക്ക് പേരൊന്നും തന്നിട്ടല്ല ബോളിൽ ബുക്ക് ചെയ്യുക. അപ്പം നമ്മൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ പേര് വേണം. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ സാധനത്തിൽ നോക്കുമ്പോൾ അതിനകത്ത് ചിലപ്പം പേരുണ്ടാവും. അപ്പൊ ഞാൻ അവരോട് പറയും ഇന്ന പേര് ഇതിനകത്ത് കണ്ടു, ഞാൻ ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, നിങ്ങളപ്പ ഈ പേര് വിളിച്ച്
നിങ്ങൾ വിളിക്കുള്ളൂ എന്ന് പറയും. അത് ഓൾറെഡി അങ്ങനെയാണ്. ഓൾറെഡി അങ്ങനെ നിങ്ങൾക്ക് അല്ല അറിയാത്തവർക്ക് അല്ല സേവ് ചെയ്തിട്ട്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മറ്റേ യൂസർ ഐ ഡി കൊടുത്ത അല്ല ആ നെയിം കൊടുക്കൂലേ, ആ നെയിം തന്നെ നമുക്ക് ഇത് കോണ്ടാക്റ്റിൽ വരുള്ളൂ. അപ്പം ചില ഫോണിലൊന്നും എന്റെ പുതിയ ഫോണിലൊന്നും അങ്ങനെ ഇല്ല കേട്ടോ, എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ ഈ നമ്പർ 3 സേവ് ചെയ്തപ്പോൾ ഒന്ന് ഗൾഫ് നമ്പറാണ്, ബാക്കി 2 നാട്ടിലെ നമ്പറാണ്. അപ്പം നാട്ടിലെ നമ്പറിൽ ഒരു നമ്പറിൽ റാണി പി സദാശിവം എന്നുള്ളത് ഉണ്ടായിരുന്നു. റാണി പി അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ എന്തോ ഒരു പേരുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും സേവ് ചെയ്തിട്ടില്ല. ഞാൻ ആ നമ്പർ എന്ത് ചെയ്തു, നേരെ എടുത്തിട്ട് ഞാൻ ആ സാറിന് അയച്ചു കൊടുത്തു. ഇവർ അയച്ചേക്കുന്ന 3 വോയിസ് മെസ്സേജ് ആണെന്ന് തോന്നുന്നുണ്ട്, 3 വോയിസ് മെസ്സേജും ഞാൻ ഈ സാറിന് അയച്ചു കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇതില് നെഗറ്റീവ് കമന്റ് ഇട്ടു എന്ന് പറഞ്ഞ വ്യക്തികൾ എന്നെ വിളിക്കുക. അത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിയമത്തിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന ആ പറഞ്ഞ സാറിന് ഞാൻ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മനുഷ്യ മനസ്സാണ്. ഇവര് ചിലപ്പോൾ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യരും ഓരോ തരത്തിൽപ്പെട്ടവരാ. അവര് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ കിട്ടിപ്പോയത് എന്റെ കയ്യിൽ നിന്നാണെന്ന് അവസാനം ഞാനും കൂടെ ഇതിന്റെ പിന്നാലെ കയറി ഇറങ്ങാണ്ട് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ നിയമത്തിന് നമ്പർ കൊടുത്തു. ഒരു പോലീസുകാരൻ എന്നെ വിളിച്ചു, ഞാൻ ആൾക്ക് നമ്പർ കൊടുത്തു. ഇവരയച്ച 3 മെസ്സേജ് അയച്ചു കൊടുത്തു. ഞാൻ തിരിച്ചയച്ചേക്കുന്ന റിപ്ലൈയും ഞാൻ അയച്ചു കൊടുത്തു. പക്ഷെ ആ സാറ് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഒത്തിരി നാള്, ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോ എടുക്കുന്ന ഫോണിനകത്താണ് ആള് വിളിച്ചത്. അതിൽ കിടന്ന സിമ്മിനകത്താണ് വിളിച്ചത്. അപ്പൊ ഞാനും അത് പോയിട്ടില്ല. അതെങ്ങനെയും എന്റെ ആ സാറിന്റെ നമ്മള് ഒത്തിരി ഇതാകുമ്പോഴത്തേക്ക് നമ്മള് ഡിലീറ്റ് ആയി കളയും. വേണ്ടാത്ത ആവശ്യമില്ലാത്തവരുടെയൊക്കെ നമ്മൾ ഡിലീറ്റ് ആയി കളയാറുണ്ട് വാട്സപ്പ് കോണ്ടാക്ട് ഒക്കെ. അങ്ങനെ എങ്ങനെയോ സംതിങ് പോയിട്ടുണ്ട്. എനിക്കല്ലാണ്ട് ഈ റാണി പി സദാശിവനായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തെളിയിച്ചോളുക, ഒരു മടിയില്ല. പിന്നെ ഓരോ ദിവസം ഞാൻ ഇവരെ അങ്ങോട്ടേക്കൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുക്കി വീട്ടിൽ നിന്ന സമയത്ത് ഇവര് ആറോ ചാനലിൽ പോയിട്ട് സിന്ധു അമ്മ ഇങ്ങനെ അമൽ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പറ്റി മോശം പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവരൊരു കമന്റ് ഇട്ടു. അപ്പത്തേക്ക് അമ്മ എന്നെ അടുക്കളോട് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇത് കണ്ടോ ഇവർ ഇങ്ങനെ ചെയ്യുന്ന, ഞാൻ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് ഇവരെ അറിയത്തുള്ളൂ, ഇവരെന്താ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ ഈ നമ്പർ എടുത്തിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? നാളെ പോലീസ് അവരെ പിടിച്ച് അവരുടെ റെക്കോർഡ്സ് തപ്പിയാലും ഞാൻ പറഞ്ഞിരിക്കുന്ന വോയിസ് കറക്റ്റായിട്ടുണ്ടാവും. ഞാൻ അവരെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? അമ്മ നിങ്ങളോട് എപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എൻ്റെ അമ്മയുടെയും പേരാണ് മറ്റുള്ളവർ പറയുന്നത്, നമ്മളായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്നതെന്ന് പറഞ്ഞു. അതിൽ പിന്നെ അവരത് കണ്ടിട്ടുണ്ട്, അവരതിന് റിപ്ലൈ പോലും എനിക്ക് തന്നിട്ടില്ല. അവരിപ്പോ ഏതാ അവരുടെ നമ്പറെന്ന് കൂടി എനിക്കറിയത്തില്ല. അതവിടെ കിടക്കട്ടെ കേട്ടോ. പിന്നെ റാണി പി സദാശിവന്റെ അടുത്ത് ഞാൻ എന്റെ വിഷമം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിഷമം പറഞ്ഞു ഇങ്ങനെയാണ്, എന്റെ കുഞ്ഞിനെ പറ്റിയോ അല്ല എന്നെ പറ്റിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ദൈവം കൊടുത്തോളൂ. ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ള നേരം അത് ഞാൻ എന്റെ വിഷമമായിട്ട് അവർക്കത് ഫീൽ ആയെങ്കിൽ ഓക്കെ, അത് അവർക്ക് അതെന്റെ വിഷമം തന്നെയാണ്. അപ്പൊ അതവിടെ കിടന്നോട്ടെ. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന ദീപ്തി ടീച്ചറിന്റെ വീഡിയോ ഞാൻ ഇടുന്ന അന്നേരം തന്നെ കാണുന്ന ഒരാളാണ്. എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് കേട്ടോ, എല്ലാം ഒന്നുമല്ല, പറ്റുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഇടുമ്പോൾ തന്നെ കാണുന്ന ആളാണ്, കമന്റും നോക്കാറുള്ള ആളാണ്. പക്ഷെ ഞാൻ ഇവര് അങ്ങനെ ദീപ്തി ടീച്ചറെ മോശം പറയുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി. ഇങ്ങനെ വീഡിയോ വന്നപ്പോഴാണ് ഇവർ ഇത്രയും മോശമാണ്, അല്ലെ ഇവർ ഇത്രയും മോശ കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളത് ഞാൻ സത്യത്തിൽ അറിഞ്ഞത് കേട്ടോ. ഇവര് എന്നെയും ഈയിടെയൊക്കെ മോശം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അത് ഡിലീറ്റ് ആക്കി കളഞ്ഞതാണ്. ഇവര് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ വിച്ചു പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു വീഡിയോക്കകത്ത്, ആരുടെ ഔദാര്യത്തിലല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ പണിയെടുത്തിട്ടാണ്. അപ്പോഴത്തേക്ക് ഇവർ അതിനെ ചൊല്ലി വലിയൊരു എസ്സേ പോണത് ഞങ്ങളെ മോശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിന്ധുമ്മേനെ മോശം പറഞ്ഞു ഇടാറുണ്ട്, ഞങ്ങളെ എല്ലാവരും ഫാമിലിയിൽ അവർ മോശം പറഞ്ഞു ഇടാറുണ്ട്, അവർ നല്ലതും ഞങ്ങൾക്ക് ഇടാറുണ്ട്. അപ്പം ആ ഒരു കോണ്ടാക്ട് ആണ് അവരും നമ്മളും തമ്മിലുള്ള അങ്ങനെയുള്ളത്. അപ്പം ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ പറയാണ്ടിരിക്കേണ്ട ആവശ്യം എനിക്ക് നിലവിലില്ല. ദീപ്തി ടീച്ചറിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. വീഡിയോ കണ്ടപ്പോൾ ഞാൻ ടീച്ചറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചർ വീഡിയോ ഇട്ട് എൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ടീച്ചറെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ എനിക്ക് അവരായിട്ട് ഒരു കോൺടാക്ട് ഇല്ല, ഇന്നതാണ് സംഭവം. നാളെ ഇത് ടീച്ചർ എൻ്റെ വോയിസ് പബ്ലിക്കിൽ ഇട്ടാലും എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് പറയുന്ന അമ്മ സിന്ധു അമ്മ ആയിട്ട് ഇവർക്ക് കോൺടാക്ട് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു. ഇത് ഒരു പ്രാവശ്യമെങ്കിലും തെളിയിച്ചിട്ട് അവരോട് ഞാൻ മെസ്സേജ് ഇട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ അടുത്തോട്ട് അയക്കണമെന്ന് പറഞ്ഞാൽ എത്രയോ പേരായിട്ട് നമ്മൾ ഹെയർ ഓയിലിന്റെ ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അവരൊക്കെ നല്ലവരാണോ മോശമാണോ എന്ന് അന്വേഷിച്ചിട്ടല്ല നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്, ഒരിക്കലും അല്ല. അവരോട് ഞാൻ ഈ പറയുന്ന വ്യക്തികളെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, മോശം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് ഇരുന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു.
അപ്പം ഞാൻ ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ എന്നോണക്ക് ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നുള്ളത്. ദൈവസാക്ഷിയായിട്ട് എനിക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ പറ്റി ഇങ്ങനെ ഒരു മോശം വന്നപ്പം അവരെന്നോട് ഇങ്ങനെ ചാനലിൽ കമന്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് അയച്ചേക്കണേന്ന് പറഞ്ഞ് എൻ്റെ ഹെയർ ഓളിലെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചറെ. അതല്ലാണ്ട് എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ അവർ ഓരോരോ വൃത്തികേടുകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ അവരെ ഒരിക്കൽ ചോദ്യം ചെയ്തു, എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു, അവരറിഞ്ഞിട്ട് പോലുമില്ലാത്ത കാര്യം, അവർ ഇതിനകത്ത് ബലിയാടായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്. പിന്നെ ഇവരെനിക്ക് ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല, എന്നെ ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് അമ്മൂനെയും സിന്ധു അമ്മേനെയും വിഷ്ണുവിനെയും കുഞ്ഞിനെയും ഒക്കെ അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അമ്മൂന് ഈ നമ്പർ എനിക്ക് റിക്കവർ ചെയ്തെടുത്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിത് ഒന്നാമത്തെ കാര്യം സേവ് ചെയ്തിട്ടില്ല, ഞാനിത് അടിച്ചു നോക്കുന്നുണ്ട്, ഇവരുടെ പേര് വെച്ച് അടിച്ചു നോക്കുന്നുണ്ട്, മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട് ഈ സാധനം ഒന്ന് കിട്ടാൻ വേണ്ടി. അപ്പം ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ടീച്ചറിന് ഞാൻ ആ ഒരു നമ്പർ തീർച്ചയായിട്ടും കൊടുക്കും, കാരണം ടീച്ചർ അത്രയും ജെനുവിനായിട്ടുള്ള ഒരാളാണ്, ടീച്ചർ അത് അതിൻ്റെതായ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യുള്ളൂ എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ളതിന്റെ പേരിലാണ് ഞാൻ അത് നമ്പർ കൊടുക്കാൻ വേണ്ടി ഒത്തിരി സെർച്ച് ചെയ്തു, കിട്ടിയില്ല. അപ്പൊ ടീച്ചർ എന്നോട് ചോദിച്ചു, അമ്മു ഇതിനോടൊക്കെ എടുക്കാൻ പറ്റുമോ, വിഷ്ണുവിനെ കൊണ്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറെ അത് അറിയത്തില്ല, നമ്മൾ ശ്രമിച്ചു നോക്കാം എന്നല്ലാണ്ട് കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല ടീച്ചറെ. കാര്യം ഇവരുടെ അപ്പൊ ടീച്ചർ എന്താണ് അമ്മു അവസാനം അടിച്ച മെസ്സേജിന്റെ ഒരു പാരഗ്രാഫ് അടിച്ചു നോക്കുവാണെങ്കിൽ ഇവരുടെ നമ്പർ കിട്ടുന്നുണ്ട്. അവസാനം എന്നെ അയച്ചേക്കുന്നത് ഈ ഒരു വോയിസ് ആണ് അയച്ചേക്കുന്നത്, അത് നമ്മൾ എങ്ങനെ അടിച്ചു നോക്കും, ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു ടീച്ചറെ ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. നല്ല സ്നേഹത്തോട് തന്നെയാണ് ആ ടീച്ചർ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അമ്മ ഞാൻ ഫുള്ള് ഈ പറഞ്ഞ വ്യക്തിയുടെ വീഡിയോ കണ്ടിട്ടില്ല, അതിനകത്ത് എന്നാ പറഞ്ഞെന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് അതായത് ഓപ്പോസിറ്റ് സൈഡിൽ ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീഡിയോ ഞാൻ അദ്ദേഹം കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് എനിക്ക് പെട്ടെന്ന് തോന്നി, അതായത് ഇവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് എൻ്റെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പം ആണ് കോട്ടയത്ത് നിന്നൊരു സാറ്, അതായത് കോണ്ടാക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇവർ ഈ വാട്സപ്പ് മെസ്സേജ് അയച്ചതിൻ്റെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കോട്ടയത്ത് നിന്ന് ഒരു പോലീസുകാരെ വിളിക്കുന്നത്. അപ്പം ആ ഒരു ഡേറ്റിൽ തപ്പിയാൽ ഇവിടെ ചിലപ്പോൾ നമുക്ക് കിട്ടുമല്ലോ, മനസ്സിലായോ, ഡേറ്റ് അടിച്ചു കൊടുത്ത് ആ ഒരു ഡേറ്റിന്റെ കോളിൽ ഇതിൽ നോക്കിയാൽ നമുക്ക് ഇവരെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടീച്ചറിനെ രണ്ടാമത് വിളിച്ചിട്ടുണ്ട്, ടീച്ചറെ ഈ പറഞ്ഞ അമൽ എന്ന് പറയുന്ന വ്യക്തിയോട് ടീച്ചർ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു നോക്കുമോ, എന്താ പറയാ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു നോക്കുമോ, ഈ എന്നാണ് ഇവർ കേസ് ഫയൽ ചെയ്തതെന്ന് ചോദിച്ചു നോക്കുക. ആ നമ്പർ കിട്ടുവാണെങ്കിൽ നമുക്കിവിടെ ആ ഡേറ്റ് വെച്ച് നമുക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ കിട്ടും ടീച്ചറെ, ഞാൻ മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു അമൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു എൻ്റെ കയ്യിൽ ഞാൻ തപ്പി നോക്കട്ടെ അമ്മു, ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ടീച്ചർ വിളിച്ചില്ല, ചിലപ്പോൾ ടീച്ചറിന് അവരുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടാവും, ആ നമ്പർ കിട്ടിയിട്ടുണ്ടാവും, മേ ബി എനിക്കറിയില്ല. ടീച്ചർ പിന്നെ വിളിച്ചില്ല, ഞാനും പിന്നെ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാൻ നിന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് സംസാരിച്ചു. ടീച്ചറിന് അത് മനസ്സിലായോ, ടീച്ചറിന് വേറെ കിട്ടിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. അങ്ങനെ ആ ഒരു സമയം ഞാൻ റാണി പി സദാശിവനായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ടീച്ചറെ വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വേണ്ട ഹെൽപ്പ് ചെയ്ത് തരാൻ ടീച്ചറെ, എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഹെയർ ഓയിലിന്റെ ഫോണിൽ എന്നിട്ട് ഞാൻ ഉച്ചവരെ ടീച്ചർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഉച്ചവരെ ഓരോരോ കാര്യങ്ങളും ഞാൻ തപ്പി അവസാനം മടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ രണ്ടാമത് ടീച്ചറിനെ വിളിച്ചിട്ട് പറയുന്നത് ടീച്ചറെ ഇന്നോണക്ക് അവരോടൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ട് ആ സംഭവം മേടിച്ച് തരുവാണെങ്കിൽ ഞാൻ അതനുസരിച്ച് ടീച്ചറിനെ ഇവിടുന്ന് അവരുടെ അഡ്രസ്സും കാര്യങ്ങളും, അഡ്രസ്സ് മീൻസ് അവരുടെ ഫോൺ നമ്പർ, വേറെ ഒരു കാര്യം അവരെവിടാണെന്നോ എന്താണെന്നോ ഏതാണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ, അവരുടെ ഫോൺ നമ്പർ ഞാൻ എടുത്ത് തരാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ഒരു നിയമത്തിനെയും പേടിയില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയാം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറയുക, എനിക്ക് ഒരു നിയമത്തിനെയും പേടിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ പേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടല്ലോ, നമ്മൾ ഇവരെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട്, അവരെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട്, മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചാൽ മതി, ഇല്ലേ? ഇല്ലാത്ത പക്ഷം നമുക്ക് പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അവർ കാണിച്ചത് മഹാ തെണ്ടിത്തരം പോക്കിരിത്തരമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം അത്രയും മോശമായിട്ടാണ് ആ ടീച്ചറിനെ പറ്റിയൊക്കെ കമന്റ് ഇട്ടേക്കുന്നത്. ഇതുപോണക്ക് തന്നെ അനുഭവിച്ചതാണ് ആൻമേരി മുഴുപ്പേൽ എന്ന് പറഞ്ഞൊരു സ്ത്രീ. എന്നെ അറിയത്തില്ല, എന്നെ കണ്ടിട്ടില്ല, അവർ എൻ്റെ വീട്ടിലല്ല താമസം, ഒരിക്കൽ പോലും എന്നെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ആ സ്ത്രീ എന്നെ, എൻ്റെ അമ്മേനെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ കുഞ്ഞിനെ പറയാനായിട്ട് ഇനിയൊന്നുമില്ല. അത്രത്തോളം ഈ റാണി പി സദാശിവൻ എന്ത് പറയുന്നോ അതേ ലാംഗ്വേജിൽ തന്നെ സംസാരിച്ച ഒരു സ്ത്രീയാണ് ഈ ആൻമേരി മുഴുപ്പേല്.
അപ്പം അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ പേടിയില്ല. നാളെ ഒരു ലീഗലി ഒരു പ്രശ്നം വന്നാലും ഞാൻ അന്തസ്സായിട്ട് അവിടെ ചെല്ലും. എനിക്കും എന്റെ ഭർത്താവിനും കൂടെ 3 ഫോണാണുള്ളത്. ഈ 3 ഫോണും ഏത് ടേബിളിൽ നിരത്തി വെക്കാനും ഞാനും എന്റെ ഭർത്താവും റെഡിയാണ്. ഇത് പറഞ്ഞ് നമ്മളെ വെറുതെ ഈ അമ്മൂന് വിഷമായോ, റാണി പി സദാശിവനെ പിടിച്ചാൽ അമ്മു കരയുന്നുണ്ടോ, അമ്മു ചിരിക്കുന്നുണ്ടോ, അമ്മു പറയുന്നുണ്ടോ, അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അവരെന്റെ അമ്മായിയുടെ മോളൊന്നും അല്ല ഞാൻ വിഷമിച്ചിരിക്കേണ്ട. അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ വേണം. അവർ ഞങ്ങളെയും പറയാറുണ്ട്. എനിക്ക് നല്ല സന്തോഷമാണ്. കാര്യം ഒരാൾക്കാരെയും അറിയത്തില്ലാണ്ട് ഒന്നും പറയാൻ നിൽക്കരുത് എന്ന്. അതെ, ഞാനിത് അനുഭവിച്ച ഒരാളെ 7000 കമന്റ് എന്നൊക്കെ വെച്ചൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക. അതും പ്രസവിച്ച് കിടക്കുമായിരുന്നു. 56 പോലും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്റെ കുഞ്ഞിന്. 56 അല്ല, ഒരു 60 വെച്ചു. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് സഹിതം എടുത്ത് കാണിച്ചു തരാം. 7000 കമന്റ് എബോയാണ് എന്നെ മോശം പറഞ്ഞ് മാത്രം വന്നത്. ഈ പറയുന്ന ആർക്കെങ്കിലും എന്നെ അറിയോ, ഞാൻ എന്താണെന്ന് അറിയോ, എങ്ങനെയാണെന്ന് അറിയോ? ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ദുഷിച്ചവരൊക്കെ പിടിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. നിയമത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം. അതല്ലാണ്ട് അമ്മൂന് ബന്ധമുണ്ട്, അമ്മയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ളത് തെളിയിക്കാണ്ട് ആരും തെളിയിച്ചിട്ട് പറയാം. ദൈവത്തിനോട് തെളിയിച്ചിട്ട് നിങ്ങൾ തെളിവ് സന്ധ ഇവള് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വന്ന് പറഞ്ഞു. സന്തോഷമേ ഉള്ളൂ. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ പറയാനായിട്ട് ഒരു ഇതുമില്ല. പിന്നെ ഈ റാണി പി സദാശിവൻ അതിന് മുമ്പ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എത്രയോ പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നതാ. അതിൻ്റെ കൂടുതൽ ചിലപ്പോൾ അവരെന്തെങ്കിലും അയച്ചിട്ടുണ്ടോന്നോ ഇല്ലയെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ആരെ പറ്റിയ ഒരു കുറ്റവും അവരുടെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുമില്ല. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ല. വേണ്ട മീനാട്ടോ. ഇത്രയും കാര്യം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാര്യം നമ്മളെ വീണ്ടും 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 ഇങ്ങനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ കേട്ടോ. ഇത്രേ ഉള്ളൂ.